ചെമ്മീൻ ഉൽപാദനത്തിൽ കേരളത്തിന് അനന്ത സാധ്യതകളുണ്ടെന്ന് സ്പീക്കർ എൻ ഷംസീർ. ഇവ ലോകത്തെമ്പാടും കയറ്റുമതി നടത്തി മികച്ച വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. എരഞ്ഞോളിയിലെ ഗവൺമെന്റ് ഫിഷ് ഫാമിൽ വനാമി ചെമ്മീൻ കൃഷി വിളവെടുപ്പും മത്സ്യവിപണന കേന്ദ്രം ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. എരഞ്ഞോളി ഫിഷ് ഫാം 2012 മുതലാണ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഫാമിലെ 6 കുളങ്ങളിലായി പൂമീൻ, കരിമീൻ, തിരുത, കാളാഞ്ചി തുടങ്ങിയവ ഉൽപ്പാദിപ്പിച്ചു വരുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് ശാസ്ത്രീയമായ രീതിയിൽ ചെമ്മീൻ കൃഷി ആരംഭിച്ചത്. വനാമി ചെമ്മീൻ കൃഷിയുടെ ആദ്യ വിളവെടുപ്പും പുതുതായി പണിത മത്സ്യവിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. ചെമ്മീൻ ഉൽപ്പാദനം ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങൾ കൈയടക്കുകയാണ്. കേരളത്തിൽ അനന്ത സാധ്യതകളുള്ള സംരംഭമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ കാരണം, നമുക്ക് സ്ഥലമില്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങൾ വാ, ഞങ്ങളുടെ തലശ്ശേരി മണ്ഡലത്തിൽ എരഞ്ഞോളിയിൽ വടക്കുംപാട് കാളിയുണ്ട്, അവിടെ നമുക്ക് വേണം ഉൽപ്പാദിപ്പിക്കാം. 25 ഏക്കർ. കാരണം ചെമ്മീൻ ഉൽപ്പാദന കേന്ദ്രം കേരളത്തിൽ നിന്ന് മാറുന്നു. ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കാൻ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ സ്ഥലമുണ്ട്, ഞങ്ങൾ തരാം. അവരുമായി ആദ്യ റൗണ്ട് ചർച്ച ഞങ്ങൾ നടത്തി. തുടർന്ന് ബജറ്റിന് ശേഷം അവർ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ഉൽപ്പാദനം കേരളത്തിൻ്റെ പുറത്ത് ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങൾ കൈയടക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഫോക്കസ് അത് തന്നെയായിരിക്കണം, ചെമ്മീൻ കൃഷി തന്നെയായിരിക്കണം പ്രോത്സാഹനം കൊടുക്കേണ്ടത്. പിന്നെ ഭൂമീനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ ചെമ്മീൻ ഉൽപ്പാദനത്തിന് വേണ്ടി ഇപ്പോൾ ഡി കുളത്തിൽ നിന്ന് ഞങ്ങൾ ചെമ്മീൻ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ചെമ്മീൻ ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള ശ്രദ്ധ നല്ലതുപോലെ, കാരണം ലോകത്തെമ്പാടും എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫിഷാണ് ചെമ്മീൻ. അത് ആ രീതിയിൽ തന്നെ ഇതിൻ്റെ അധികൃതർ, ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P ബിജു, KD മഞ്ജുഷ, ഡോക്ടർ RL സംഗീത, M ചിത്ര, R ജുഗ്നു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.